إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഓരോ ചുറ്റുപാടിലും സന്ദർഭങ്ങളിലും ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും നമുക്ക് ഇഹത്തിലും പരത്തിലും രക്ഷപ്പെടാൻ ആവശ്യമായ സർവ്വവിധ മാർഗനിർദ്ദേശങ്ങളും നൽകിയ ഒരു ദീനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം സംബന്ധിച്ച, നമ്മുടെ രോഗാവസ്ഥകൾ സംബന്ധിച്ച, നമ്മുടെ ചികിത്സയുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നമ്മെ പരിചയപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആരോഗ്യവും രോഗാവസ്ഥകളും ചികിത്സയുമൊക്കെ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായതിനാൽ ഇതിലൊക്കെ നമുക്ക് ചില നിലപാടുകൾ ഉണ്ടാവേണ്ടതുണ്ട്. മനുഷ്യനെ ബാധിക്കുന്ന സർവ്വവിധ രോഗങ്ങളെയും ചികിത്സിക്കാൻ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. രോഗം ചെറുതാവട്ടെ വലുതാവട്ടെ അതിന് യോജിച്ച ഒരുപാട് ചികിത്സാ രീതികൾ ഇന്ന് നാട്ടിലുണ്ട് എന്ന് നമുക്കറിയാം. ചികിത്സയിൽ നിന്ന് ഒളിച്ചോടി തന്റെ ശരീരത്തെ കൂടുതൽ ആപ്പിലേക്ക് തള്ളിവിടുക എന്നത് ഒരു മുസൽമാന് ചേർന്നതല്ല എന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഓർമ്മപ്പെടുത്തി, സമ്പത്തിനെ അടക്കം ഓർമ്മപ്പെടുത്തി അല്ലാഹു തആല പറയുന്നുണ്ട്, വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ തന്നെ ഒരു നാശത്തിലേക്ക്, ഒരു വിപത്തിലേക്ക് തള്ളിവിടരുത് എന്ന്. അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു അബദ്ധത്തിൽ പോയി ചാടുക, ഒരു നാശത്തിൽ പോയി ചാടുക, വരുംവരായികളൊന്നും ആലോചിക്കാതെ ഒരു വലിയ ഒരു അപകടത്തിൽ ചെന്ന് പെടുക,
ഇത്തരം കാര്യങ്ങൾ മുഅ്മിനീങ്ങളെ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകരുത്. വഹ്സിനു, നിങ്ങൾ നന്മകൾ ചെയ്യുക, നല്ലത് ചെയ്യുക. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചികിത്സ ചെയ്യുക എന്നത് ഒരിക്കലും അല്ലാഹു നിർദ്ദേശിച്ച തവക്കുലിന് എതിരാകുന്നില്ല എന്നാണ്. ചില ആളുകൾ ചികിത്സിക്കുന്നില്ല, എല്ലാം അല്ലാഹുവിൽ തവക്കുലാക്കിയിരിക്കുന്നു എന്നാണ് അവരുടെ മറുപടി. ദീൻ പഠിപ്പിക്കുന്നത് ചികിത്സ ഒരിക്കലും അല്ലാഹുവിൽ വരമേൽപ്പിക്കുന്ന കാര്യത്തിന് എതിരാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തവക്കുൽ എന്നാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യാൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി പരമാവധി ചെയ്തതിന് ശേഷം നമ്മൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക, ബാക്കി അല്ലാഹുവിലേക്ക് വിടുക എന്നുള്ളതാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ പരമാവധി നമ്മൾ ചെയ്തിട്ട് ബാക്കി അല്ലാഹുവിൽ സമർപ്പിക്കുക എന്നതാണ്. നമ്മളൊന്നും ചെയ്യാതെ, ഒന്നും പ്രവർത്തിക്കാതെ, ഒന്നും അന്വേഷിക്കാതെ എല്ലാം അല്ലാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനല്ല തഖ്വ എന്ന് പറയുന്നത്. ചികിത്സയും അങ്ങനെ തന്നെയാണ്. നമുക്കാവുന്നതൊക്കെ നമ്മൾ ചെയ്ത് അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം രോഗം എന്നതിനെ ഒരു നെഗറ്റീവായ സംഗതിയായിട്ടല്ല ഇസ്ലാം കാണുന്നത്. ജീവിതത്തിന്റെ ഭാഗമായി രോഗാവസ്ഥകൾ വന്നേക്കാമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. രോഗാവസ്ഥകൾ നമുക്ക് സംഭവിക്കും, ഉണ്ടാവും എന്നാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ചില രോഗങ്ങൾ അള്ളാഹുവിന്റെ വിധിയായി തന്നെ ഉണ്ടാവും. ചില രോഗങ്ങൾ എന്തിനായിരിക്കും? നമ്മുടെ ഈമാൻ പരിശോധിക്കാനാണ്. നമുക്ക് എത്രത്തോളം വിശ്വാസമുണ്ട്, ക്ഷമയുണ്ട്, അള്ളാഹുവിനോടുള്ള കടപ്പാടുണ്ട്, തഖ്വയും തവക്കുലുമുണ്ട് എന്നൊക്കെ പരിശോധിക്കാൻ നമ്മുടെ ബലാ ഒരു പരീക്ഷണമായിട്ട് രോഗാവസ്ഥകൾ നമ്മിലേക്ക് വരുമെന്നാണ്. മാത്രമല്ല, ഇത്തരം രോഗാവസ്ഥകൾ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മുഅ്മിനിന് ഒരു വിഷമം ബാധിച്ചു, ഒരു സങ്കടം വന്നു, ഒരു പ്രതിസന്ധി വന്നു, എത്രത്തോളം ഹത്താ ശൗഖത്തു യുശാഖുഹ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ, അവന്റെ കാലിൽ ഒരു മുള്ളു തറച്ചു എന്ന് വിചാരിക്കുക. ആ തറച്ചതിന്റെ പേരിൽ അവൻ ക്ഷമിക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ അതിന്റെ പേരിൽ പുറത്തു കൊടുക്കുന്നു എന്നാണ്. ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന ഫീ ജസദിഹി വഫീ മാലിഹി വഫീ വലദിഹി ഹത്താ യൽഖല്ലാഹു വമാ അലൈഹി മിൻ ഖതിആ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിടത്ത് പറഞ്ഞു, ഒരു മുഅ്മിനെ ബാധിക്കുന്ന ഒരു പരീക്ഷണം ഫീ ജസദിഹി, ചിലപ്പോൾ അത് അവന്റെ ശരീരത്തിനാകാം, വഫീ മാലിഹി, ചിലപ്പോൾ അവന്റെ സമ്പത്തിനാകാം, വഫീ വലദിഹി, ചിലപ്പോൾ അവരുടെ കുടുംബത്തിൽ മക്കൾക്കാവാം. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഹത്താ യൽഖല്ലാഹു വമാ അലൈഹി മിൻ ഖതിആ, അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പേരിൽ പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പോൾ രോഗത്തെ ഇസ്ലാമിൽ കാണുന്ന കാഴ്ചപ്പാട് അങ്ങനെയൊക്കെയാണ്. ഇതൊരിക്കലും ഉണ്ടാവില്ല എന്ന് ഇസ്ലാം പറയുന്നില്ല. സംഭവിക്കും, ജീവിതത്തിന്റെ ഭാഗമായി അതുണ്ടാകാം, അള്ളാഹുവിന്റെ ഖളാ എന്ന നിലക്ക് ഉണ്ടാകാം, ഒരു ബലാ എന്ന നിലക്കൊക്കെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായാൽ അത് നമുക്ക് പുണ്യമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് നമ്മളെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. രോഗങ്ങൾ പ്രിയപ്പെട്ടവരെ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പല കാരണങ്ങളുണ്ട്. ഇന്ന് പുതിയ സയൻസ് ഒരുപാട് ആ മേഖലയിൽ വികസിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. രോഗാണുക്കൾ മുഖേന നമുക്ക് അസുഖങ്ങൾ വരാം. അത് അമിതമായ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് രോഗം വരാം. വിഷാംശങ്ങൾ കലർന്ന ഭക്ഷണമോ പാനീയമോ കഴിച്ചാൽ നമുക്ക് രോഗം വരാം. ശാരീരികമായി തന്നെയുള്ള ദോഷങ്ങൾ കാരണം നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാം. വ്യായാമക്കുറവ് കൊണ്ട് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാം. വിറ്റാമിനുകളുടെ കുറവ് കൊണ്ട് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, രോഗം വരുന്നതും രോഗം കൂടുന്നതും രോഗം മാറുന്നതും ഒക്കെ അള്ളാഹുവിന്റെ ഖളാഉം അതിന്റെ വിധി അനുസരിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വൈദാ മരിയത്തു ഫഹുവ യശ്ഫീൻ, റസൂൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്. അള്ളാഹിനെ പരിചയപ്പെടുത്തി ഇങ്ങനെ പറയുമ്പോൾ, എനിക്ക് രോഗം ബാധിച്ചാൽ, ഞാൻ രോഗബാധിതനായാൽ, ഫഹുവ യശ്ഫീൻ, അള്ളാഹുവാണത് സുഖപ്പെടുത്തുന്നത് എന്നാണ്. നമ്മളതിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷേ രോഗം സുഖപ്പെടുത്തുന്ന ആരാണ്? അള്ളാഹുവാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. രോഗം തന്നത് അള്ളാഹുവാണ് എന്നല്ല അവിടെ പറയുന്നത്. ശരിക്കും ഞാൻ രോഗബാധിതനായാൽ
ചില മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് രോഗം മനുഷ്യന്റെ ജീവിതക്രമങ്ങൾ തെറ്റുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്, അതിന്റെ ഉത്തരവാദി അവൻ തന്നെയാണ് എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. ചില രോഗങ്ങൾ നമ്മൾ തന്നെ ക്ഷണിച്ചു വരുത്തുന്നതാണ് എന്ന് ചില മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയേ കാണാൻ പറ്റും. ഖുർആൻ അങ്ങനെ തന്നെയാണ് അവിടെ പിന്നെ ഈ ആയത്തിൽ പറയുന്നത്, വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗബാധിതനായാൽ, ഞാൻ രോഗിയായാൽ അത് ശിഫയാക്കുന്നത് ആരാണ്? അല്ലാഹുവാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രോഗം വരുമ്പോ അതിന്റെ മരുന്ന്, അതിനെക്കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ദീൻ അതിനെപ്പറ്റി എന്താ പഠിപ്പിക്കുന്നത്? എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മാ അൻസലല്ലാഹു മിൻ ദാഇൻ ഇല്ലാ അൻസലഹു ലഹു ശിഫാ എന്നാണ്. അള്ളാഹു തആല ഭൂമിയിൽ എന്തെങ്കിലും ഒരു രോഗം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെയൊക്കെ ചികിത്സയും അതിന്റെ മരുന്നുകളും അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ അവ കണ്ടെത്തിയിട്ട് അത് ഉപയോഗിച്ചാൽ അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി ആ രോഗത്തിന് നമുക്ക് ശിഫ ഉണ്ടാവുന്നതാണ്. ആ ഉദ്ദേശിച്ച മരുന്ന് കണ്ടെത്തി അത് കണ്ടെത്തുക എന്നുള്ളതും അത് പരിശോധിക്കുക എന്നുള്ളതും അത് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. അതിവിടെ ഉണ്ട് ദുനിയാവിൽ. ഓരോ കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങളിൽ മനുഷ്യൻ അത്തരം സംഗതികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ സഹായത്താൽ ആ മരുന്ന് ഉപയോഗിച്ചാൽ നമുക്ക് ശിഫയുണ്ടാകുമെന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യർ മരുന്ന് കണ്ടെത്താത്ത രോഗങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് പറയും? മാറാ രോഗങ്ങളാണെന്ന് പറയും. മാറാ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ മാറാത്ത രോഗങ്ങളെ കുറിച്ചാണ്. അതെങ്ങനെയാണ് നമ്മൾ മാറാ രോഗങ്ങളാന്ന് പറയുന്നത്? മരുന്ന് കണ്ടെത്താത്തത് കൊണ്ടാണ്. മരുന്ന് കണ്ടെത്തുന്നതോടുകൂടി അത് മാറുന്ന രോഗങ്ങളായി മാറും. മരുന്ന് കണ്ടെത്തുന്നതോടുകൂടി അതൊക്കെ മാറുന്ന രോഗങ്ങളായി മാറുമെന്നതാണ്. അപ്പൊ ചികിത്സയില്ലാത്ത രോഗങ്ങളെയാണ് നമ്മൾ മാറാ രോഗങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ചികിത്സ കണ്ടെത്തുന്ന ഒരു കാലം വരുമ്പോ അതൊക്കെ നമുക്ക് മാറുന്ന രോഗങ്ങളായി മാറുമെന്നാണ്. കാലം കുറെ കഴിയുമ്പോൾ ഓരോന്നോരോന്ന് മനുഷ്യർ കണ്ടെത്തുമെന്നാണ് നമ്മുടെ ശാസ്ത്ര പുരോഗതിയുടെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രോഗം ബാധിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ഫൈദാ ഉസീബ ദവാഉ ദാഇ ബറഅ ബിഇദ്നില്ലാഹ്, തദാഉ, നിങ്ങൾ ചികിത്സിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ബാധിച്ച രോഗം മാറ്റിത്തരുമെന്നാണ്. നമ്മൾ ചികിത്സിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം മാറ്റിത്തരുമെന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ചികിത്സകളോട് നമ്മൾ പുറത്തിരിഞ്ഞു നിൽക്കുക എന്നതല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇസ്ലാം ചികിത്സിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, നിങ്ങൾ ചികിത്സിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനം നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ കാലത്തെ അറബികൾക്കിടയിൽ പ്രസിദ്ധരായിരുന്ന അന്നത്തെ വൈദ്യന്മാർ, അന്നത്തെ ഡോക്ടർമാരാൽ ചികിത്സ തേടിയിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്ത് 2 ആഴ്ചക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ പനിയും മറ്റ് ഒരുപാട് പ്രയാസങ്ങളുമായി വിഷമിച്ച സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ നാടിന്റെ നാനാഭാഗത്തു നിന്ന് അറബികളായവരും അനറബികളായവരുമായ അന്നത്തെ നാട്ടുവൈദ്യന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചികിത്സിക്കാൻ വരികയും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ മരുന്നുകൾ കുറിച്ചു കൊടുക്കുകയും അതിനനുസരിച്ചുള്ള മരുന്നുകൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിരുന്നതായൊക്കെ റിപ്പോർട്ടുകളിൽ നമ്മൾ കാണുകയാണ്. പക്ഷെ ആ മരുന്ന് എന്തായിരുന്നു എന്ന് എവിടെ നമുക്ക് കാണാൻ കഴിയില്ല. അത് അന്നത്തെ കാലത്തെ ചികിത്സാ രീതിയാണ്, അന്നത്തെ കാലത്തേക്കുള്ള മരുന്നാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ഉപയോഗിച്ച മരുന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ കൊടുത്തത് എന്താണെന്നൊന്നും റിപ്പോർട്ടിൽ കാണുന്നില്ല. അത് ഇന്നത്തെ കാലത്തേക്ക് പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്നതായിക്കൊള്ളണമെന്നില്ല. കാലം അങ്ങനെ പുരോഗമിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളിൽ നമുക്ക് പുരോഗതികൾ വേണം. അപ്പൊ ആ മരുന്നുകൾ എന്തായിരുന്നു? ആയിഷ റളിയല്ലാഹു തആല അൻഹ സഹാബത്തിനെയോ പിന്നീട് വരുന്നവർക്ക് വേണ്ടിയോ ഒന്നും അത് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സിച്ചു, മരുന്ന് ഉപയോഗിച്ചു, അത് കുടിച്ചു, അതിന്റെ കാര്യങ്ങളൊക്കെ ആഹ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് അന്നത്തെ ഏറ്റവും മികച്ച ചികിത്സയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ എന്തെങ്കിലും നല്ലതുണ്ടോ? റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ചികിത്സകളിൽ നല്ലത് നമുക്കുണ്ടോ? അത് നമുക്ക് സ്വീകരിക്കാം. അതിനേക്കാൾ മെച്ചപ്പെട്ട ചികിത്സയുണ്ടെങ്കിലോ അതാണ് സ്വീകരിക്കേണ്ടത്, അതാണ് നമ്മൾക്ക് സ്വീകരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത് എന്നതാണ്. രോഗമുള്ളവരുടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ടാമത് ചെയ്യാനുള്ളത് പ്രാർത്ഥനയാണ്. ഒന്ന് ചികിത്സിക്കുക, മറ്റൊന്ന് പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി
ലാ ശിഫാഅൻ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. പടച്ചോനെ, ഞങ്ങൾക്ക് ഈ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു തരണേ, ഞങ്ങൾക്ക് നീ ശിഫ നൽകണേ. ശിഫ നൽകാൻ നീയല്ലാതെ മറ്റാർക്കാണ് കഴിയുക? എല്ലാ വിഷമങ്ങളെയും രോഗങ്ങളെയും നീ അകറ്റിക്കളയണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. ചികിത്സയോടൊപ്പം നമ്മൾ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്ന് പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവർ, ഇസ്ലാമിലെ മന്ത്രം എന്ന് പറയുന്നത് എന്താണ്? ഇസ്ലാമിലെ മന്ത്രം എന്ന് പറയുന്നത് തന്നെ പ്രാർത്ഥനയാണ്. അത് സുന്നത്തുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന് പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. ചിലർ രോഗമുണ്ടാകുമ്പോൾ മന്ത്രവാദികളെ സമീപിക്കും. ചില ഹോമങ്ങൾ, ചില യാഗങ്ങൾ, അത്തരത്തിലുള്ള സംഗതികളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാകും. ഇസ്ലാം അതിനെ ഹറാമായിട്ടാണ് പഠിപ്പിക്കുന്നത്. യാതൊരു കാരണവശാലും നിങ്ങൾ അത്തരത്തിലുള്ള മന്ത്രവാദികളെ സമീപിക്കാതിരിക്കുക, ഹറാമാണ് എന്ന് പഠിപ്പിച്ചു. ചില ആളുകൾ ഹറാമുകൾ കൊണ്ട് ചികിത്സിക്കും, ഹറാമുകൾ കൊണ്ട് ചികിത്സിക്കുക, അതും നമ്മൾ ചെയ്യാൻ പാടില്ല. ചില ആളുകൾ രക്തം കുടിക്കുക, അതുപോലെ തന്നെ മൂത്രം കുടിക്കുക, ഇത്തരത്തിലുള്ള നജത്തുകൾ, ചില വിരോധിച്ച കാര്യങ്ങൾ കൊണ്ട് ചികിത്സ തേടുന്ന ആളുകളുണ്ടാവും. അത് ചെയ്യാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ ചികിത്സയും മരുന്നും ഫലിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുജൂദിൽ നിന്ന് എണീറ്റ് നിലത്ത് കൈകുത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു തേള് വന്ന് കുത്തി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസം വന്നു, കയ്യൊക്കെ വല്ലാതെ ചുമന്നു, പ്രയാസപ്പെട്ടു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചെരുപ്പൂരി ആ തേളിനെ അടിച്ചു കൊന്നു. എന്നിട്ട് കുറച്ച് ഉപ്പും വെള്ളവും കൊണ്ടുവന്ന് തേള് കുത്തിയ സ്ഥലത്ത് ഒഴിച്ച് തടവി മുഅവ്വദത്തൈനി സൂറത്തുകളെ ഓതി നന്നായി പ്രാർത്ഥിച്ചു. അപ്പൊ ഇതിന് അന്നത്തെ ആ തേള് കുത്തിയതിനൊക്കെ എല്ലാവരും ഉപ്പും വെള്ളം തടയാൻ മതിയാവില്ല. അന്ന് എന്ത് തേളാണ് കുത്തിയത്, എന്താണ് അതിന്റെ വിഷാംശം, എന്താണ് അതിന്റെ സാഹചര്യം എന്ന് അറിയില്ല. പക്ഷെ അന്നത്തെ ഒരു പ്രാഥമിക ചികിത്സ ഫസ്റ്റ് എയ്ഡ് എന്ന നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ചെയ്യുകയും എന്നിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഫസ്റ്റ് എയ്ഡ് നമ്മൾ ചെയ്യുക, പിന്നീട് നമുക്ക് വിദഗ്ധ ചികിത്സ വേണമെങ്കിൽ അതും നമ്മൾ നിർവഹിക്കുക എന്നതാണ്. രോഗമുള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമുക്ക് പകരുന്ന അസുഖം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആളുകൾക്കിടയിലേക്ക് പോകാതിരിക്കണം. നമ്മളത് പകരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. രോഗമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാറാ രോഗമോ അല്ലെങ്കിൽ മാരക രോഗമോ പകർച്ചവ്യാധിയൊക്കെ ഉള്ള ആളുകളെടുത്ത് പോയിട്ട് ആ രോഗം കിട്ടുമെന്നൊരു സാഹചര്യമുള്ള സംഗതിയാണെങ്കിൽ അവർ അതിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ്. അവരതവിടെ പോയിട്ട് വാങ്ങിക്കൊണ്ടിരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സഖീഫ് ഗോത്രത്തിലെ ഒരു സംഘം വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ആ സംഘത്തിന്റെ കൂട്ടത്തിൽ ഒരു കുഷ്ഠരോഗിയും ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണും. അപ്പോ എല്ലാവരും ഒന്ന് കുറച്ചവർ മാറി നിന്നു. ഇവരൊക്കെ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്ത് താങ്കളുടെയും ഈ ബൈഅത്ത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ യാത്രയാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ രോഗം പകരുന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം എന്നത് തന്നെയാണ്. മറ്റൊരു ടീം ചികിത്സിക്കാത്തൊരു ടീമാണ്. രോഗം വന്നാൽ അവരുടെ കാഴ്ചപ്പാടെന്താണ്? ദൈവം തന്നത് ദൈവം തന്നെ മാറ്റിക്കൊള്ളുന്നതാണ്. ചില സൂഫി വര്യന്മാരുടെ സിസ്റ്റമൊക്കെ അങ്ങനെയാണ്. ചില ത്വരീഖത്തുകളിലൊക്കെ അങ്ങനെയുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിലെ ചില ടീമുകൾ അങ്ങനെയുണ്ട്. ദൈവം തന്നതാണ് ദൈവം തന്നെ മാറ്റിക്കൊള്ളും എന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വിധികൾ അതിലുണ്ടെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനയാണ്, റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ് രോഗം വന്നാൽ ചികിത്സിക്കുക എന്നുള്ളത്, ശേഷം നന്നായി പ്രാർത്ഥിക്കുക എന്നുള്ളത്, എന്നിട്ട് തവക്കുൽ ചെയ്യുക എന്നുള്ളത്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന രീതി എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. മുസ്ലിങ്ങൾക്കിടയിൽ ഈ ആരോഗ്യ ചികിത്സാ രംഗത്ത് പുതിയൊരു പ്രവണത തിബ്ബുൻ നബിയാണ്. പ്രവാചക വൈദ്യവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വികസിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ സാഹചര്യത്തിൽ സ്വീകരിച്ച ചികിത്സാ രീതികൾ ഉൾപ്പെട്ട കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ തിബ്ബുൻ നബി എന്ന് പറയുന്നത്. 100-ലധികം ഹദീസുകൾ മഹാനായ ഇമാം ബുഖാരി അടക്കമുള്ള റഹിമഹുള്ള അടക്കമുള്ള വളരെ പ്രഗത്ഭരായ മുഹദ്ദിസുകൾ അതൊക്കെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ തിബ്ബുൻ നബി എന്ന് പറയുന്ന വളരെ 500-ലധികം പേജ് വരുന്ന ഒരു ബൃഹത്തായ ഗ്രന്ഥമൊക്കെ നമുക്ക് വായിക്കാൻ കിട്ടും. വൈദ്യശാസ്ത്രം പഠിച്ചിട്ടില്ലാത്ത സാധാരണക്കാരും മതപണ്ഡിതരുമൊക്കെ പ്രവാചക വൈദ്യം എന്ന പേരിൽ ധാരാളമായി ചികിത്സ നടത്തി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യ ശരീരത്തെക്കുറിച്ചോ മനുഷ്യ ശരീരത്തിന്റെ മാറ്റങ്ങളെക്കുറിച്ചോ
കോശങ്ങളെക്കുറിച്ചോ ബ്ലഡ് സെല്ലുകളെക്കുറിച്ചോ അങ്ങനെ മനുഷ്യന്റെ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയകളെക്കുറിച്ചോ എങ്ങനെയാണ് ഈ മനുഷ്യന്റെ ശരീരം വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ചോ എവിടെയാണത് ബ്ലോക്കാകുന്നതിനെക്കുറിച്ചോ ആധുനിക വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു പഠനവും നടത്താതെ വാക്കുകൾ കേട്ടോ ഇത്തരം കിതാബുകൾ വായിച്ചോ ഒക്കെ വളരെ സാധാരണക്കാരായ ആളുകൾ തിബ്ബുൻ നബി എന്ന ബോർഡും വെച്ച് പ്രവാചക വൈദ്യം എന്ന ബോർഡും വെച്ച് ഒരു ഇസ്ലാമികമായ വേഷത്തെ സ്വീകരിച്ച് തലപ്പാവും ഒരു സംഗതിയൊക്കെ അതിനു വേണ്ടി ഒരുക്കി ഇത്തരത്തിലുള്ള പ്രവാചകന്റെ അന്നത്തെ കാലത്തെ വൈദ്യം എന്ന പേരിൽ പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അത്തരത്തിലുള്ള കെണികളിൽ പോയി വീഴാതിരിക്കണം എന്നതൊരു മുഅ്മിന് ലേശം ബോധമുള്ള ഒരു മുഅ്മിന് ഉണ്ടാകേണ്ട ഒരു സെൻസാണ്. പലരും ഇത്തരം അപകടങ്ങളിൽ പോയി പെടുന്നു. പലതിനും ചികിത്സയുണ്ടെന്ന് പറയുന്നു. ക്യാൻസർ പോലെയുള്ള രോഗത്തിന് ഇവർ ചികിത്സിക്കുന്നു. എന്നിട്ട് വളരെ സാധാരണക്കാരായ ആളുകൾ അപകടത്തിൽപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, മരണപ്പെടുന്നു. മരണത്തെ അല്ലാതെ കള്ളാഹല്ലേ, എപ്പോഴും മരിക്കൂല എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അത് അള്ളാഹു തവക്കുൽ ചെയ്ത് പോകണമെന്ന് പറയാണ്. ഒരാൾ ഈ NH കയറിയിട്ട് റോട്ടിന്റെ നടുക്കാണ് കയറി നിന്നിട്ട് മരണമൊക്കെ അള്ളാഹു താല വിധിച്ചാണ് അത് മരിക്കും എന്ന് പറഞ്ഞ് ആരെങ്കിലും കയറി നിൽക്കുമോ? അത് തവക്കുലിനെ ശരിക്കും മനസ്സിലാക്കാൻ വെച്ചിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു ഒട്ടകത്തെ നീ അതിനെ കെട്ടിയിട്, എന്നിട്ടത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നീ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. ഒരു ഒട്ടകത്തെ കെട്ടിയിടാതെ ഒരു മനുഷ്യന് അലക്ഷ്യമായി നടന്ന് കിടന്നുറങ്ങിപ്പോയാൽ ഒട്ടകം അതിന്റെ വഴിക്ക് പോകും. നീ അള്ളാഹ് സൃഷ്ടിച്ച ഒട്ടകം, അള്ളാഹ്ക്ക് അറിയില്ല എന്റെ ഒട്ടകാണെന്ന്, അതിൻ്റെ അടുത്ത് തന്നെ നിന്നോളും എന്ന് വിചാരിക്കുന്ന ഒരു രീതിയല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇങ്ങനെ ചേർത്തി പറയുമ്പോൾ അതിനൊരു പ്രത്യേക ആദരവ് കിട്ടും. തുബ്ബുൻ നബി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും റസൂലുള്ളാഹി നേരിട്ട് പഠിപ്പിച്ച സംഗതികളാണ് എന്ന്. അത്തരത്തിലൊരു ആദരവ് അല്ലെങ്കിൽ ഒരു പുണ്യ ചികിത്സയാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ധാരാളം ആളുകൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിൽ ആളുകൾ പെട്ടുപോകുന്നത് ആധുനിക ചികിത്സാ രീതികളിലൊക്കെ നടക്കുന്ന വമ്പിച്ച ചൂഷണം കൊണ്ടാണ്. ചില ആശുപത്രികളിലൊക്കെ വലിയ അറവുകൾ നടത്തുന്നു, വലിയ കൊള്ള നടത്തുന്നു, വലിയ അനധികൃതമായ ലാഭം കൈപ്പറ്റുന്നു, പല അശാസ്ത്രീയമായ ചികിത്സകൾ നടത്തുന്നു. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ബുദ്ധിപരമായോ പഠിച്ചോ മനസ്സിലാക്കിയോ ഒക്കെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് അതിനൊന്നും പരിഹാരമുണ്ടാവില്ല. അപ്പൊ ആധുനിക ചികിത്സകളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ ഇത് മാത്രമാണ് ശരി എന്ന നിലയ്ക്ക് തുബ്ബുൻ നബി എന്ന പേരിലുള്ള ബോർഡ് കണ്ട് പലപ്പോഴും പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് നിയോഗിക്കപ്പെട്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു ഡോക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു വൈദ്യശാസ്ത്രജ്ഞനായിട്ടല്ല നിയോഗിക്കപ്പെട്ടത്. പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ഗ്രന്ഥവുമായിട്ടല്ല അവതരിപ്പിക്കപ്പെട്ടത്. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ആരോഗ്യത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമൊക്കെ ഖുർആനിലും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൊക്കെ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുമെന്നതാണ്. അതുകൊണ്ടാണ് ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത് ഇദാ കാന ശൈഉൻ മിൻ അംരി ദുനിയാക്കും ഫഅൻതും അഅലമു ബിഹി എന്നാണ്. ഒരു ഈത്തപ്പനയുടെ കുലകളിൽ പരാഗണം നടത്തി വിളവെടുപ്പിന്റെ സമയത്ത് കുറെ വിളവെടുത്തിരുന്ന അറബികൾ അവരെ ഇങ്ങനെ ഇത് ചെയ്യണത് കണ്ടപ്പോ, പരാഗണം ചെയ്യുന്നത് കണ്ടപ്പോൾ റസൂൽ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇതിന്റെ ആവശ്യമെന്ന്. റസൂൽ വളരെ സാധാരണ നിലയിൽ ചോദിച്ചു പോയതാണ്. സഹാബികൾ മനസ്സിലാക്കി ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ലല്ലേ. പിറ്റത്തെ വർഷം വിളവുകൾ വല്ലാതെ കുറഞ്ഞുപോയി, വലിയ നഷ്ടമുണ്ടായി. റസൂലുള്ളാഹിന്റെ അടുത്ത് അവർ പരാതി പറഞ്ഞു, റസൂലുള്ള താങ്കൾ അന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളത് ചെയ്തില്ല, ഞങ്ങളത് ഉപേക്ഷിച്ചു വന്നു. റസൂലുള്ള അപ്പൊ പറഞ്ഞ വചനാണിത്, ഇദാ കാന ശൈഉൻ മിൻ അംരി ദുനിയാക്കും ഫഅൻതും അഅലമു ബിഹി. ദുനിയാവിന്റെ വിഷയത്തിൽ എന്നേക്കാൾ വിവരമുള്ളവർ നിങ്ങളാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഓരോ മേഖലയിലും മികവ് തെളിയിച്ച ആളുകളുണ്ടാവും. അവരെ നമ്മൾ അന്വേഷിക്കുക, അവരുടെ അഡ്വൈസുകൾ സ്വീകരിക്കുക, അതിലെ പരിജ്ഞാനവും അവരുടെ അനുഭവമൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ കൽപ്പനകളും വർത്താനങ്ങളും ദീനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമുക്കതിനോട് വലിയ ബാധ്യതയുണ്ട്. എന്നാൽ ദുനിയാവിന്റെ വിഷയങ്ങളിൽ സ്വീകരിച്ച കുറെ നിലപാടുകളുണ്ട്, അത് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബലിമാംസം നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇബാദത്തിന്റെ ഭാഗമാണ്, അതിൽ നമുക്ക് പുണ്യമുണ്ട്. അതുപോലെ റസൂൽ മറ്റൊരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഒലീവെണ്ണ കഴിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഒക്കെ ഒലീവെണ്ണ എടുത്ത് കഴിക്കണം എന്നാണോ? അതിന് അതിൻ്റെതായ കോണ്ടക്സ്റ്റുകൾ ഉണ്ട് എന്ന് പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില നാട്ടിലെ ആചാരങ്ങൾ, തൊഴിൽ, കൃഷി, അനുഭവജ്ഞാനങ്ങൾ, ഇതൊക്കെ റസൂലുള്ളാഹിന്റെ കാലത്തെ അപേക്ഷിച്ച് നമ്മുടെ കാലത്തും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതിലൊക്കെ നമ്മൾ ദുനിയാവിന്റെ വിഷയത്തിൽ നമുക്ക് ഏതാണോ ഹറാമല്ലാത്ത തെറ്റല്ലാത്ത മാർഗങ്ങൾ അത് സ്വീകരിക്കലാണ് ഏറ്റവും നല്ലത് എന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. തേൻ ചികിത്സ മറ്റൊരു കാര്യമാണ്. തേൻ ചികിത്സ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, തേനിൽ നിങ്ങൾക്ക് ശമനമുണ്ട്, തേനൊരു ഔഷധമാണ്.
എന്നാൽ എല്ലാവരും രാവിലെ ഒരു ഗ്ലാസ് തേനെടുത്ത് കുടിച്ചാൽ എന്താ സംഭവിക്കുക? അതിന്റെ പശ്ചാത്തലങ്ങളുണ്ട്, തേനെ ഉപയോഗിക്കാൻ പറ്റുന്ന അളവുകളുണ്ട്. പക്ഷെ അത് എത്രയാണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്നതൊന്നും ഖുർആനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ വിശദീകരിച്ചിട്ടില്ല. പഠനങ്ങൾ നടക്കുന്നു. ശാസ്ത്രരംഗത്ത് തേനിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ദിവ്യ ഔഷധം എന്ന നിലക്കൊക്കെ പരിചയപ്പെടുത്തുന്ന പഠനങ്ങളുണ്ട്. പക്ഷെ അത് ഇന്നതിന് കുടിച്ചാൽ അതൊക്കെ മാറും, ഇന്ന അസുഖത്തിനും എല്ലാ അസുഖത്തിനും തേന് മതി എന്ന നിലക്കുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കാൻ പാടില്ല. തേൻ കുടിക്കൽ ഒരു പുണ്യകർമ്മമാണോ? പരലോകത്ത് വലിയ പ്രതിഫലമുണ്ടോ? തേൻ കുടിക്കാതെ ഒരാൾ മരിച്ചുപോയാൽ നരകത്ത് പോവോ? ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നമ്മൾ ആലോചിച്ചാൽ മതി. അതൊന്നും ദീനിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് പഠിപ്പിക്കപ്പെട്ടതല്ല. അതുപോലെ തന്നെയാണ് കരിഞ്ജീരക ചികിത്സ. മരണമല്ലാത്ത എല്ലാ രോഗത്തിനും കരിഞ്ജീരകത്തിൽ ചികിത്സയുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതിന്റെ ആവശ്യാനുസരണം ഉപയോഗിക്കാമെന്നല്ലാതെ എല്ലാ രോഗവും ഇതുകൊണ്ട് മാറുമെന്ന് നമ്മൾ വിചാരിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾക്കൊക്കെ അന്നത്തെ ഓരോ പശ്ചാത്തലങ്ങളുണ്ട് ചിലതിനൊക്കെ നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കുടുംബത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞല്ലോ, സുർക്ക നല്ല കൂട്ടാനാണ് കേട്ടോ, സുർക്ക എന്ന് മാത്രം നല്ല കറിയാണ് എന്ന് പറയുന്നുണ്ട്. നീ അയച്ച എല്ലാ ദിവസവും സുർക്ക കൂട്ടാൻ പറ്റിയ സാധനമല്ലല്ലോ. രാവിലെ ഉച്ചക്കും വൈകുന്നേരമൊക്കെ സുർക്കനെ പറ്റി റസൂലുള്ള ഇങ്ങനെ പറഞ്ഞു അറിഞ്ഞിട്ട് അത് സ്വീകരിക്കാനുള്ളതാണോ? അതിൻ്റെതായ ഒരു പശ്ചാത്തലത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സൂചിപ്പിച്ചത്. അപ്പൊ അതിന്റെയൊക്കെ പ്രായോഗികതയും പ്രാമാണികതയും ഒക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ദീനിന്റെ കാര്യം എന്താണ്, ദുനിയാവിന്റെ കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന്റെ കാര്യങ്ങൾ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ വേണ്ടിയതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, പടച്ചോനെ എന്റെ ശരീരത്തിന് നീ സൗഖ്യം നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, എന്റെ കാതുകൾക്ക് നീ നല്ല ശക്തിയും ആഫിയത്തും നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, പടച്ചോനെ എന്റെ കാഴ്ചകൾക്ക് നീ ആഫിയത്ത് നൽകണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖരി, പടച്ചോനെ കുഫറിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും എന്നെ നീ കാത്തു രക്ഷിക്കണമേ. വഅഊദു ബിക മിൻ അദാബിൽ ഖബ്രി ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ ഖബറിന്റെ ശിക്ഷകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ, എന്നെ കാത്തു രക്ഷിക്കണേ എന്ന് തുടങ്ങിയ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചേർത്തി പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ ഈ ഒരു പശ്ചാത്തലത്തെ പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക, നമ്മൾ നന്നായി ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിക ജീവിതത്തിൻ്റെ ഭാഗമായി വരുന്ന ചികിത്സകളിലും ഇസ്ലാം പഠിപ്പിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ പിൻപറ്റി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. ഇസ്ലാമിൻ്റെ വിമർശകരും വിരോധികളും പ്രത്യേകിച്ച് യുക്തിവാദികളും എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ടീമൊക്കെ ഇസ്ലാം വളരെ പഴഞ്ചനാണ് എന്നും മുസ്ലിങ്ങൾക്ക് ഒരു പുരോഗമനവും ഇല്ലാത്ത അപരിഷ്കൃതരാണെന്നും ഇസ്ലാമിക പണ്ഡിതന്മാർ മണ്ടന്മാരാണെന്നുമുള്ള ഒരു വർത്തമാനങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ തന്നെയുള്ള ഒരു അജണ്ടയുടെ ഭാഗമായി സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരം വൈകൃതങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്തരം ആളുകൾ ഓൾറെഡി അവരുടെ ഫിത്തനകൾ നാട്ടിലുണ്ട്. അതിനൊക്കെ ആക്കം കൂട്ടുന്ന തരത്തിലുള്ള മെസ്സേജുകൾ, പ്രസംഗങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെ നമ്മളിൽ നിന്നും മുസ്ലിം സമുദായത്തിൽ നിന്നും മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ നിന്നുമൊക്കെ വന്നാൽ അതൊക്കെ ഇവർക്ക് കൂടുതൽ നമ്മളെ തല്ലാനുള്ള ഒരു വടിയാകും എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പട്ടിയും പൂച്ചയും ആനയും ഒക്കെ പ്രസവിക്കുന്നത് ആശുപത്രിയിലാണോ എന്ന് മുസ്ലിം പണ്ഡിതന്മാർ പ്രസംഗിച്ച് നടക്കുന്നു. 4 വർഷം വരെ ഒരു സ്ത്രീയുടെ വയറ്റിൽ ഗർഭം നിലനിൽക്കുമെന്ന് ഒരു പണ്ഡിതൻ പ്രസംഗിക്കുന്നു. തന്റെ വല്യമ്മ 10 പ്രസവിച്ചതും വീട്ടിലാണ് എന്ന് പ്രസംഗിച്ച് നടക്കുന്നു. ഈ പ്രസംഗിക്കുന്നതൊക്കെ എന്താണ്? ചികിത്സകളോടൊക്കെ പുറംതിരിഞ്ഞു നിൽക്കുക, ആധുനിക സംവിധാനങ്ങളോടൊക്കെ പുറംതിരിഞ്ഞു നിൽക്കുക, പ്രസവം പോലെയുള്ള അതിസങ്കീർണമായ സംഗതികൾക്കൊക്കെ വീട്ടിൽ മതി എന്ന് മാത്രം തീരുമാനിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഇസ്ലാമാണ്, മുസ്ലിങ്ങളാണ് മോശക്കാരാകുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പുരോഗമനപരമായ, കാലികമായ, കാലത്തെ അതിജയിക്കുന്ന, വളരെ ശാസ്ത്രീയമായ
ഒരു മികച്ച ആശയമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിലെ പണ്ഡിതന്മാർ നിർവഹിച്ച ദൗത്യം, സമൂഹത്തിന്, ലോകത്തിന്, ശാസ്ത്രത്തിന് സമർപ്പിച്ച സേവനം, അതുപോലെ തന്നെ സംഭാവനകൾ ഏറ്റവും മികച്ചതായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക ശാസ്ത്രജ്ഞന്മാർ, ഇബ്നു സീനയെ പോലെയുള്ള ആളുകൾ ലോകത്തിന് നൽകിയ സംഭാവനകളാണ് ഇന്നും മെഡിക്കൽ ലോകത്തൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വളരെ മനോഹരമായ ഒരു സംഹിത, ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിനെ നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് നമ്മൾ വഷളാക്കരുത് എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ കണ്ണിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഗൂഗിളിൽ പ്രത്യേകമായ ഒരു സംവിധാനത്തിൽ അത് അപ്ലോഡ് ചെയ്താൽ, ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്താൽ നമ്മുടെ കണ്ണിനെ ബാധിക്കാൻ പോകുന്ന ബ്ലഡ് ഷുഗറിന്റെ പ്രശ്നങ്ങൾ കാരണമോ മറ്റുള്ള അസുഖങ്ങൾ കാരണമോ ഒക്കെ നമ്മുടെ കണ്ണിന്റെ റെറ്റിനയോ മറ്റോ ഒക്കെ ബാധിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈ കമ്പ്യൂട്ടർ ഇന്ന് നമുക്ക് തിരിച്ചു പറഞ്ഞു തരും. നമ്മളൊരു കണ്ണ് ഡോക്ടറെ കണ്ടാൽ കിട്ടുന്നതിനേക്കാൾ സൂക്ഷ്മമായ വിവരങ്ങൾ ഈ കാലത്ത് നമുക്ക് കിട്ടും. അത്രമാത്രം ശാസ്ത്രവും ലോകവും ഒക്കെ ഒന്ന് വളർന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്തരം ഒരു ലോകത്താണ് വളരെ സങ്കീർണമായ പ്രസവം പോലുള്ള കാര്യങ്ങൾ വീട്ടിൽ വെച്ച് അതിൻ്റെതായ ഒരു സുരക്ഷിതത്വമോ പരിരക്ഷയോ ഇല്ലാതെ കൈകാര്യം ചെയ്യുന്നു. എന്നിട്ട് ഇത്തരത്തിലുള്ള ആന പ്രസവിക്കുന്നത് വീട്ടിലാണോ അല്ലെങ്കിൽ ആശുപത്രിയിലാണോ എന്നൊക്കെ ചോദിക്കുന്ന മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കും. നേരെ ചിന്തിക്കുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് തോന്നും. പക്ഷെ അതൊക്കെ വിഡ്ഢിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസവം എന്നൊക്കെ പറഞ്ഞാൽ വളരെ സങ്കീർണമായ സംഗതികളാണ് ഇന്നത്തെ കാലത്ത്. പണ്ട് വല്യമ്മ പ്രസവിച്ച പോലെയല്ല. പണ്ട് വല്യമ്മ കഴിച്ച ഭക്ഷണം അവരൊന്നും കഴിക്കുന്നില്ല. പണ്ട് വല്യമ്മ ചെയ്ത അധ്വാനം അവർക്കില്ല. അവരുടെ ശരീരത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ചുള്ള ഒരു കാര്യവും ഇന്നത്തെ പെണ്ണുങ്ങൾ ചെയ്യുന്നില്ല. കാലം മാറി, ഭക്ഷണക്രമം മാറി, സാഹചര്യങ്ങൾ മാറി, രോഗാവസ്ഥകൾ മാറി, സാമൂഹ്യ ക്രമങ്ങൾ മാറി, നമ്മുടെ മലിനമായ അന്തരീക്ഷം, നമ്മുടെ ചുറ്റുപാടുകളൊക്കെ മാറി. അപ്പൊ നമ്മൾ ഏറ്റവും സുരക്ഷിതമായ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നതാണ്. വളരെ സുരക്ഷിതമായ പ്രസവം എവിടെ നടക്കുക അത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനാവശ്യമായ സൗകര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ക്രിട്ടിക്കലായ ഒരു സംഗതി വരുമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ സംവിധാനങ്ങളുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അമ്മയും കുഞ്ഞും ഉമ്മയും മക്കളും പ്രസവശേഷം സുരക്ഷിതമായിരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വളരെ ഹൈജീനിക്കായ ശുചിത്വമുള്ള പരിസരങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ചൂഷണങ്ങൾ എല്ലായിടത്തും ഉണ്ട്. എല്ലാ സംവിധാനങ്ങളും ശരിയാണ് തെറ്റാണെന്നൊന്നും പറയാൻ നമ്മൾ ആളല്ല. പക്ഷേ നമുക്കൊരു ശ്രദ്ധയും ജാഗ്രതയും ഇതിൽ വേണം. ഏറ്റവും ശാസ്ത്രീയമായ, ഏറ്റവും നല്ലതായ, ഏറ്റവും ഫലപ്രദമായ ചികിത്സകൾ പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും ലഭ്യമാക്കുക എന്നുള്ളതാണ്. ചൂഷണങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അതുപോലെ തന്നെ ജഹാലത്ത്, അതിലെ അജ്ഞതയിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ ദീനിനെയും ഉമ്മത്തിനെയും ഈ നാടിനെയും ഒക്കെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നിന്റെ മഹത്തായ ഫളലുകൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്നും, മാറാരോഗങ്ങളിൽ നിന്നും, മാരകമായ വൈറസുകളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും, കണിശമായ വിചാരണകളിൽ നിന്നും, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്നും റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി വിഷമിക്കുന്ന ധാരാളം ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്തവർ അള്ളാഹുവെ, എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണ റഹ്മാനെ. പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. ഞങ്ങളുടെ പഠനത്തിലും പരീക്ഷകളിലും ജോലികളിലും കച്ചവടത്തിലും കുടുംബജീവിതത്തിലും ഞങ്ങളുടെ യാത്രകളിലും ധാരാളം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തെ നന്നാക്കുകയും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ അള്ളാഹുവെ, എല്ലാവർക്കും നീ സമാധാനവും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെ നല്ല ഉദ്ദേശങ്ങൾ നീ സഫലമാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നമ്മുടെ രാജ്യത്ത് മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്ജത്ത് നിലനിർത്താൻ ആവശ്യമായ ഒരുപാട് ഇടപെടലുകൾ നമ്മുടെ ബന്ധപ്പെട്ട നേതാക്കന്മാർ, അതുപോലെ
അതുപോലെ തന്നെ നമ്മുടെ ഉലമാക്കൾ ഒക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. നാഥ, അവരുടെ ദൗത്യത്തെ നീ വിജയിപ്പിക്കണമേ റഹ്മാനെ.